ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണം പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലൊക്കെ പോയി കറങ്ങി പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് ചാച്ചനെ അമ്മച്ചീനെയും കൊണ്ടുവരണമെന്ന് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇവിടെ അന്നേരം തണുപ്പായിരുന്നു, വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായി പോയി. ഇനി ഉടനെ പോയി കൊണ്ടുവരണം. അതെന്തിനാന്ന് ഞങ്ങൾക്കറിയാവേ. ആറ്റി ചാടാൻ പറ്റിയില്ല, കോലത്തോട് പോയിട്ട് കൊണ്ടുവരാൻ പോയി ചാടാനും പിന്നെ അവരെയും കൊണ്ടുവരാലോ. ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടല്ലേ. നമ്മുടെ എല്ലാ വീഡിയോകളും കാണുന്ന ആളുകളെ എപ്പോഴും ചോദിക്കാറുണ്ട്, എല്ലാവരും ചോദിക്കും. ചിലരൊക്കെ വന്ന് കമൻ്റൊക്കെ ഇട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏറ്റുമാനൂർ പോകുന്നില്ലേ, വീട്ടിൽ പോകുന്നില്ല എന്നൊക്കെ. നമ്മളെല്ലാ വർഷവും ഏറ്റുമാനൂർ വീട്ടിലാണ് ഓണം ആഘോഷിക്കാറ്. കഴിഞ്ഞ വർഷവും ഏറ്റുമാനൂർ വീട്ടിലായിരുന്നു ഓണം. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ ഏറ്റുമാനൂർ വീട്ടിൽ പോയി ഓണപ്പരിപാടിക്കെല്ലാം കൂടി. ഞങ്ങൾ നാട്ടിൽ പോയി വെളിച്ചൻ്റെ വെല്ലുമ്മയുടെയൊക്കെ അടുത്ത് പോയി അവിടുത്തെ ഓണപ്പരിപാടികളിലെല്ലാം കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അനിയത്തിയുടെ മോളൊരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ നാളുകളായിട്ട് നമ്മളെ വിളിക്കുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് അവിടെ കൂടിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കൂടി. അമ്മയും വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി ആയപ്പോഴത്തേക്കിനും ഏറ്റുമാനൂർ ഓണ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ആൻറ്റിയമ്മയും മക്കളും കുഞ്ഞിക്കിളിയും അച്ഛമ്മയും അവരെല്ലാം കൂടെ അവരും വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഓണം അടിച്ച് പൊളിച്ച് തകർത്ത് വാരി. അത് കഴിഞ്ഞ് അവർ രാത്രി തിരിച്ചു പോയി. ഞങ്ങളെല്ലാം പിറ്റേ ദിവസം തിരിച്ച് ഇങ്ങോട്ടും പോന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. നല്ല പരിപാടികളായിരുന്നു ഓണത്തിന്. അപ്പം എല്ലാവരും ചോദിക്കുന്ന പോലെ വേറെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും പല പല മൊമെൻറ്റുകളിൽ ഒന്നിച്ച് ചേരാറുണ്ട്. ഈ ഒന്നിച്ച് ചേരുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ വീഡിയോസ് എടുക്കാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടത്തില്ല, കഥയും പറഞ്ഞെല്ലായിരിക്കും. കഴിഞ്ഞ വർഷം ഓണത്തിന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ സദ്യ എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നല്ല അടിപൊളി ഒരു ഓണം കഴിഞ്ഞു. ചാച്ചൻ്റെ അമ്മച്ചേട്ടൻ കൊടുത്ത് വന്ന് ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്മയുടെ അനിയത്തിയുടെ മോളുടെ വീട്ടിലോട്ട് വന്നതാണേ. പൊൻകുന്നത്താണ് വീട്. ഒരു പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഇടയ്ക്കൊന്ന് കയറി താമസത്തിന് വന്നൊന്ന് ഓടിപ്പോയതേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. ഇഷ്ടംപോലെ ചെടിയുണ്ട്, ഇഷ്ടംപോലെ ചെടിയായിരുന്നു. ബോഗൺവില്ല നിറയെ പൂവായിരുന്നു. പക്ഷെ ഇപ്പൊ പൂവെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക. 2 മാസത്തോടെ കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞു. എല്ലാ കളറും ഉണ്ടെന്ന്. ഇതുണ്ടോ, ഇതിന്റെ പേരൊന്നും അറിയില്ല. മൊത്തം ചെടിയാ. ഓർക്കിഡ് ഓർക്കിഡ്. അതെ, ഓർത്താ മതി എന്നാ പറയുന്നത്. ഓർക്കിഡ് ഉണ്ടോ? ഓർക്കിഡ് ഇഷ്ടംപോലെ ചെടി. അതെ അതെ. രാവിലെ എല്ലാരും ഇന്നലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞെല്ലാം നിൽക്കുക. ഇന്നലെ ഓണം വൈകുന്നേരം ഇവിടെ തകർത്തു വാരി. രാവിലെ എണീറ്റ് എല്ലാവരും കാപ്പിടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പോകാനായിട്ടുള്ള പരിപാടിയിലായിക്കൊണ്ടിരിക്കുന്നു. ഓപ്പിയും കുഞ്ഞിയൊക്കെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. പോയേക്കാം. ആ ചെമ്പരത്തിന്റെ കളർ കണ്ടോ, നല്ലൊരു ചുവപ്പ് കളറ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഓണാഘോഷമല്ല, ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ നമ്മുടെ അമ്മയുടെ അനിയത്തി ശോഭന അമ്മയുടെ മകള് അമ്പിളിയുടെ വീട്ടിലാണ് വന്നത്. ഇന്ന് അമ്പിളിയുടെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, പിള്ളേർ, പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ പിള്ളേർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ വൈകുന്നേരം ഓണം നല്ല തകർത്ത് വാരി ആഘോഷിച്ചു. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ അന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആവട്ടത്തിൻ്റെ അന്ന് നേരെ സ്ഥലം വിട്ടേക്കാന്നും കൊണ്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം വൈകുന്നേരം എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ബാക്കി ആളുകളെല്ലാം ഇന്നലെ വൈകുന്നേരം വന്നിട്ട് അവരെല്ലാം തിരിച്ചു പോയി. അപ്പം നല്ല പരിപാടിയായിരുന്നു. അപ്പം ഒരു ഓണാഘോഷത്തിന് നല്ലൊരു ചാൻസ് തന്ന അടിപൊളി ഓണമായിരുന്നു. അതെ, അടിപൊളി ഓണമായിരുന്നു. എല്ലാവർക്കും ഓണാശംസകളെല്ലാം നേരുന്നു. വരുന്നോ? പിന്നെ വരാം. ആണോ? ഇനി ഇവരൊക്കെ വന്നാലല്ലേ ആ കൂടെ വരുവാണല്ലേ ഒരു ദിവസം താമസിച്ച് കറങ്ങാൻ പോകുന്നത്. പിന്നെ പിള്ളേരെ ഇത് വേണം കേട്ടോ. ഇതാ പറഞ്ഞു ഇത് അളിയൻ്റെ അളിയൻ. ഇത് അളിയൻ്റെ പെങ്ങള്. അപ്പോൾ നല്ല പരിപാടിയായിരുന്നു. എല്ലാവരും തകർത്തു വാരി. പിള്ളേരൊക്കെ നല്ല ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അതിനൊരു നാണം പോലെ. പിള്ളേരുടെ മാത്രമല്ലേ, വൈകുന്നേരം വേറെ ഉണ്ടായിരുന്നു ഡാൻസ്. അതെ അതെ അതെ. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി ഓരോ ഓണം കൂടി കഴിയാൻ പോകുന്നു. ഇനി പുതിയ കാഴ്ചകൾ കാണാം. എങ്ങനെയുണ്ട് ഈ പച്ചമുളക്? നല്ല പച്ചമുളകല്ലേ. ഞാൻ സ്വന്തമായിട്ട് നട്ടു വളർത്തിയ എൻ്റെ സ്വന്തം ജീനിയിലെ പച്ചമുളക്. അത് കൊള്ളാലോ. ഉണ്ടോ, നല്ല സൂപ്പർ പച്ചമുളക്.
വലിയ എരിവൊന്നും കാണത്തില്ല എന്നാന്നോ ഇത് മറ്റേ പിരിയമുളകിന്റെ അരി പാകിയിട്ട് ആ, തയ്യ ഓ ഇതാ വീടിന്റെ പുറകിൽ ആ മേളിൽ നിന്നാ അല്ലേ? ആ തിട്ടിലിന് വേണ്ടി മണ്ണെടുത്തിട്ടില്ലേ ആ. അതിനകത്ത് നട്ടു വെച്ചതാ. അടിപൊളി മുളക് കേട്ടോ. ഉം. എരിവ് കാണൂ? എരിവ് കാണത്തില്ല പിരിയമുളക് ആയതുകൊണ്ട്. ആണോ? നോക്കാം. ഇവന്മാർക്ക് ഇന്ന് വല്ല ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? എന്താ വേണ ഇന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആര്? അച്ഛൻ പുഴുങ്ങി വെച്ചത്. അതെ. ഒരു മുളകും ഒരു മുട്ടയും കൊടുത്തേ. അതെന്നാന്നോ നല്ല സൂപ്പർ മുരിങ്ങയിലത്തോരൻ ഇരിപ്പുണ്ട്. മുരിങ്ങയിലത്തോരനും ചൂട് ചോറും ഒരു ഉള്ളിച്ചമ്മന്തിയും കൂടെ അരയ്ക്കാം. ആ അത് മതി. അത് മതി. പിന്നെ എമ്പടി മതി എന്ന് പറയുന്നത് എന്നാന്നറിയോ? മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നത് കണ്ടല്ലോ അല്ലേ? വേണ്ടോ നമ്മുടെ മുറ്റത്തെ തക്കാളിയെന്ന് കിട്ടിയതാ. ഇത് കാണാതെ ഒളിച്ചിരിക്കുവായിരുന്നു. ഇന്ന് ഞാൻ കണ്ടുപിടിച്ചതാ. അത് കൊള്ളാലോ. താഴെയിടല് ചളങ്ങി പോവും. തക്കാളിക്ക പൊട്ടിപ്പോ. ഇതെന്നാത്തിന് ഇത് വേണോ? പിന്നെ വേണ്ടേ നല്ല തക്കാളിപ്പഴവാ. അല്ല ആപ്പിൾ ചമ്മന്തിക്ക് തക്കാളി. ചമ്മന്തിക്ക് വേണ്ട. നാളെ 3-4 പറിക്കാനുണ്ട്. അതെല്ലാം കൂടെ പറിച്ചിട്ട് നാളെ നമുക്ക് തക്കാളിക്കറി വെക്കാം. അപ്പോൾ ഉള്ളിച്ചമ്മന്തിക്കുള്ള പരിപാടിയാണോ? ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. ഇച്ചിരി മതിയായിരിക്കുമല്ലോ അല്ലേ? ആ മതി. തോരനൊക്കെ ഇരിപ്പുണ്ട്. ഇവന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇവന്മാർക്ക് ഉള്ളിച്ചമ്മന്തി മുരിങ്ങയിലത്തോരനും കൂട്ടി ചോറ് കൊടുക്കാം. അവനിന്ന് ജിമ്മിൽ പോയില്ല കേട്ടോ. അവനെ ഇന്ന് സ്കൂളില് എന്തായിരുന്നു സ്പോർട്സ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് കാലുവേദനയൊക്കെ ആയിട്ട് ക്ഷീണിച്ചാണ് വന്നത്. അപ്പം നല്ലപോലെ ഓടി ഇന്ന് അതല്ലേ? 2 കിലോമീറ്ററോ? ഇന്ന് രണ്ടുപേരൂടെ ആ മുട്ടയെല്ലാം അങ്ങോട്ടൊന്ന് പൊളിച്ചു വെച്ചേ. പൊളിക്കുന്ന പാത്രത്തിൽ തന്നെ വെക്കണേ. അതെ അതതിലെ പോവല്ലേ. ആ പാടെ 5 മുട്ട കിട്ടുന്നില്ല കേട്ടോ. ആ ഇപ്പം തരാം കേട്ടോ. ശരിയാക്കി തരാം. പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. അച്ചമ്മച്ചി ഇന്നില്ലാത്തതുകൊണ്ട് അച്ചമ്മച്ചിയുടെ വീതം. അതെന്നാ അച്ചമ്മച്ചി ചെയ്യുന്ന പണിയും കൂടെ ഞാനാ ചെയ്തത്. അപ്പൊ എനിക്കല്ലേ 2 അച്ചമ്മച്ചിയേ എന്താ പറയുക, കല്യാണ പരിപാടി ഉണ്ട്. അതിന് നാട്ടിലോട്ട് പോയേക്കും. നാളെ അതും കഴിഞ്ഞിട്ട് ഇങ്ങ് വരും. അപ്പം മുട്ടയെല്ലാം പൊളിച്ച് പെട്ടെന്ന് റെഡിയാക്കുക കേട്ടോ. എനിക്ക് ഈ മുളക് കണ്ടിട്ടങ്ങ് ഭയങ്കര കൊതിയാണ് കേട്ടോ. അടിപൊളി. പെട്ടെന്ന് ഇരിക്കും. പിള്ളേര് മുട്ട പൊളിച്ച് തീർന്നു കേട്ടോ. ഉള്ളി ഇടിക്കാം. ആ കഴിഞ്ഞോട്ടെ. അതിൽ ഇച്ചിരി ഉപ്പിടാവോ? എന്തായാലും വേണം. 1 സ്പൂണ് 2 സ്പൂൺ എന്നൊക്കെ പറയാം. വേണ്ട, കുറച്ച് മതി. ആണോ? അതിന്റെ ആയിട്ടോ. ഇതെല്ലാം പെട്ടെന്ന് കണ്ട് പഠിച്ചോണം കേട്ടോ കുഞ്ഞി. ഞാനൊന്നും പഠിക്കുന്നില്ല. മുട്ട പുഴുങ്ങാൻ മാത്രം നമുക്കറിയാം അല്ലേ? അത് മതിയല്ലോ. എല്ലാം മുട്ട. അത് ശരിയാ. അത് കറക്റ്റ്. ഇതിങ്ങനെ നല്ലപോലെ മൊത്തം ഇടിച്ചു കൂട്ടുവോ? ഇത് ഉള്ളി ചതഞ്ഞു. ഇതിനകത്തോട്ട് വാളംപുളിയും കൂടി ഇടും. ആ പുളിയും കിട്ടും. ഇനി ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ച് പുളി വെള്ളത്തിയിട്ടായിരുന്നു. അതെന്നാന്നോ ഈ പുളി ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. വാളംപുളി ഉള്ളിയും കൂടെ ചുമന്ന ഉള്ളിയും കൂടെ നമ്മൾ ചതയ്ക്കും. ഇതിനകത്ത് പിന്നെ എന്നാ ചേർക്കുന്നത്? ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഇടും. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും. അത്രേ ഉള്ളൂ. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഉപ്പിട്ടു, ഉള്ളി ചതച്ച് ഉപ്പിട്ടു, പുളി ഇട്ടു, മുളക് പൊടി, വെളിച്ചെണ്ണ. അത് മതി. കഞ്ഞി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലേ? മിക്സ് ചെയ്തെടുക്കണം. ഇഷ്ടമില്ലാത്ത എന്റെ വായി എന്നാത്തിനാണോ കപ്പൽ ഓടുന്നത്. അത് കൊള്ളാലോ. പുളിയുടെ ആയിരിക്കും എനിക്ക് കണ്ടിട്ടാ. വാളംപുളി കണ്ടാലേ ഉണ്ടല്ലോ അത്യാവശ്യം ആൾക്കാർക്കെല്ലാം. ഇത് കൈവച്ച് നന്നായിട്ടുണ്ടല്ലോ ഞെരടി എടുക്കണം. ഞെരടി അങ്ങ് എടുക്കണം. ഇപ്പൊ തന്നെ ഞെരടിയതുപോലെ ഇടിച്ചിടിച്ച് കൊന്നില്ലേ. നിക്ക് നല്ല പോലെ ഇളക്കി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാം. അപ്പൊ ഈ സാധനം എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ? ഇതിന്റെ കൂടത്തിൽ ഇത് നല്ല ചൂട് ചോറിന്റെ കൂടത്തില് ഇതും ഒരു ശകലം ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചാലിച്ചെടുക്കണേ. മുളക് പൊടി എണ്ണ ഒഴിക്കും. ഇതാ മുളക് പൊടി ഒന്ന് ഉള്ളിയുടെ വെള്ളം ഉണ്ട്. പിന്നെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ഇതൊന്ന് എന്നാ പറയുന്നേ ഇച്ചിരി ലൂസായി വരും.
ഉം. അല്ലെ മുളക് പൊടിയുടെ ഒരു കട്ടിയായിരിക്കും. അപ്പോൾ ഓക്കെ ഇനി സെറ്റായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞി വിളമ്പിക്കും. വെളിച്ചെണ്ണ കഞ്ഞിയില്ല. ഉറങ്ങുന്നുണ്ടല്ലേ. ആണോ? മതി, ഉള്ളതാട്ടെ. നീ ഇടിക്കണ്ടേ? ഇനി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്താൽ മതി. കുഞ്ഞേ, ആ അപ്പോൾ കഞ്ഞി ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കണേ. ഉപ്പ് നോക്കിയോ. ഇതാണ്ട് ഉപ്പ് നോക്കാൻ ആൾ വന്ന് കേട്ടോ കൊടുത്തോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാടാ. ഉപ്പുണ്ടോ നോക്കി. ഉപ്പുണ്ടോന്ന് നോക്കി. കൊള്ളാവോ? അതെല്ലേ. അപ്പം ടേസ്റ്റർ വന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ചമ്മന്തി ആഹാ, അടിപൊളിയാണോ? അടിപൊളിയാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡെല്ലാം റെഡിയായിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങിയത്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചട്നി, മുരിങ്ങയില തോരൻ, പിന്നെ കുറച്ച് കഞ്ഞി. അടിപൊളി. ഇത് കഞ്ഞി എന്ന് പറഞ്ഞ കുഞ്ഞിക്ക് ഭയങ്കര വിഷയം. എന്നാ ചോറെങ്കിൽ ചോറ്. കറക്റ്റല്ലേ? കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ട്? ആ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ചോറിനൂടെ കഴിക്കാൻ ചോറിന് ടേസ്റ്റ് ആയിരിക്കും. അല്ല, തന്നെ കഴിക്കാമോ? നോക്ക എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് പറ. മുട്ട അതിൽ മുക്കിയിട്ട് കഴിച്ചു. ചമ്മന്തി തന്നെ കഴിച്ചു നോക്കിക്കേ. തന്നെ കഴിക്കുമ്പോ എന്നെ ടേസ്റ്റ്. അങ്ങനെ ടേസ്റ്റ് അറിയാനായിട്ട് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണോ. അത് കുഞ്ഞൊരു ആത്മാർത്ഥത ഇല്ലാതെയാണല്ലോ പറയുന്നത്. അതല്ല, അത് ഞാൻ ആക്ടിങ്ങല്ല, അതെല്ലാം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അതെ, മറ്റേ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കയറി വന്നതെന്ന് പറഞ്ഞ ഉള്ളിന്ന് വരട്ടെ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി സാധനം അല്ലേ? ഇഷ്ടപ്പെടും. ആ ചമ്മന്തി മാത്രം ഇട്ട് ഇളക്കിയിട്ട് ചോറൊന്ന് കഴിച്ചു നോക്കി. അടിപൊളി. അങ്ങനെയാ കഴിച്ചു. ഒന്നും പറയാനില്ല. ഈ മുരിങ്ങയില തോരനും ഈ ചമ്മന്തികളെ കൂട്ടി ഇതങ്ങ് കഴിച്ചാൽ മതിയല്ലോ. അടിപൊളി സെറ്റ് സംഭവം. എനിക്ക് പുഴുങ്ങിയ മുട്ട വേണ്ട. എനിക്ക് ആരെങ്കിലും നല്ലൊരു ഓംപ്ലേറ്റ് അടിച്ചു തരണം. ആ പറിച്ച പച്ചമുളകും നല്ല ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട്. ആ പച്ചമുളക് ഒന്നുകൂടെ കാണിച്ച്. എന്തിനാ? നല്ല പച്ചമുളകായിരുന്നു. ആ പച്ചമുളക് ഇട്ടിട്ട് ഓംലെറ്റ് വേണോ? പച്ചമുളകും ഉള്ളി നല്ലപോലെ അരിഞ്ഞിട്ടിട്ട്. അമ്മയുടെ ഓംലേറ്റ് കാണണം. മുട്ടനെക്കാട്ടും കൂടുതൽ ഉള്ളിയും പച്ചമുളകും. ഉള്ളി ഏറ്റവും കൂടുതൽ. ചായബ്രോയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമായിരുന്നു ഓംലെറ്റ്. എനിക്ക് മുട്ട പൊരി ചെയ്തു. ചിക്കൻ ഫ്രൈ. അടിപൊളി സാധനം. ഞാനിവിടെ സ്പെഷ്യൽ സാധനങ്ങളാ. അതെ, പ്രത്യേക ഒരു കൈപുണ്യം മുട്ട പൊഴുകുന്നതിനൊക്കെ. അപ്പൊ നമ്മൾ പുഴുങ്ങുന്നതിന് മുന്നേ ഇല്ലേ? അതെ, നമ്മളെങ്ങനെ പുഴുങ്ങി കൊടുത്താലും കുഞ്ഞു പറയും കുഞ്ഞാൻ്റെ മുട്ട പുഴുങ്ങുന്ന പോലെ. മുട്ട പുഴുങ്ങുന്ന പോലെ ഒക്കെയായിരുന്നു അല്ലേ? അതെന്നതാ അതിന്റെ സീക്രട്ട് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. നമ്മളോട് പറഞ്ഞിരുന്നതല്ലേ?